തന്നെയാണ് പറഞ്ഞത്. അതല്ലാതെ മിനി പാകിസ്ഥാൻ എന്ത് ഉദ്ദേശിക്കുന്നു? നമ്മുടെ കൺമുമ്പിൽ മഞ്ജുഷേ അവിടെ പാകിസ്ഥാൻ ന്യായമായിട്ടില്ല തോന്നുന്നില്ല. പാകിസ്ഥാൻ മുക്ക എന്നുള്ള ഒരു ലോക്കൽ പ്രദേശമുള്ളത് അതൊരു ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മിനി പാകിസ്ഥാനും നമ്മുടെ കൺമുമ്പിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. അല്ല ശരി 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 ശ്രീ മഞ്ജുഷ്, ഇവിടെ പാകിസ്ഥാൻ എന്നത് അവസരത്തിലും അനവസരത്തിലും ഉപയോഗിക്കുന്ന ഒരു പേരായി മാറിയിരിക്കുന്നു നമ്മുടെ പൊതുപ്രവർത്തകർക്ക്. ഇവിടെ ഏതർത്ഥത്തിലാണ് നിതീഷ് റാണ ഈ ഒരു പേരുപയോഗിച്ചത് എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം അത് ചെയ്യരുതായിരുന്നു. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന മഹാരാഷ്ട്രയുടെ തുറമുഖ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. അത് ഒരു പരിധിവരെ അദ്ദേഹത്തിന് ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സത്യപ്രതിജ്ഞാ ലംഘനമാകാതിരിക്കാൻ ഇന്ത്യയുടെ ഒരു ഫെഡറൽ ബഹുമാനം, ഇതര സംസ്ഥാനങ്ങളോട്, അവിടുത്തെ ജനതകളോട്, മതങ്ങളോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി മിതത്വം പാലിക്കാമായിരുന്നു. അതുണ്ടായില്ല. അത് തീർച്ചയായും അപലപനീയമായ കാര്യമാണ്. പക്ഷേ അത് BJPയുടെ മൊത്തം നിലപാടാണ്, അല്ലെങ്കിൽ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നിലപാടാണ് എന്ന് പറയുന്നതും അതിനെ ഓവർ സിംപ്ലിഫൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കാം. ലക്ഷക്കണക്കിന് നേതാക്കളുള്ള പാർട്ടിയാണ് BJPയും കോൺഗ്രസും ഒക്കെ. അവിടെ എല്ലാം ഓരോ വ്യക്തിയും പറയുന്ന ഓഫ് ദി റെക്കോർഡായിരിക്കാം, ചിലപ്പോൾ മൈക്കിന് മുമ്പിലായിരിക്കാം, പല അവസരങ്ങളിലായിരിക്കാം പറയുന്നതിനെല്ലാം ഉത്തരവാദിത്വം പാർട്ടിക്ക് എടുക്കണോ എന്നത് മറ്റൊരു ചോദ്യമാണ്. എങ്കിലും ന്യായമായ ഒരു സഭ്യമായ ഒരു വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നും പൊളിറ്റിക്കലി കറക്റ്റ് വാക്കുകൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മോസ്കോ ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഞാൻ ഈ പാകിസ്ഥാൻ ബുക്ക് എന്നുള്ള പേര് ഇതൊക്കെ ഒരു വ്യക്തികൾ പറഞ്ഞു പിന്നെ പഴകുന്ന പേരാണ്. എൻ്റെ മാതൃ ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ്. അവിടെ കോഴഞ്ചേരിയുടെ ഒരു 2 കിലോമീറ്റർ കിഴക്ക് മാറി മോസ്കോ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, മോസ്കോ ബുക്ക്. അവിടെ ഒരു റഷ്യക്കാരനും എൻ്റെ അറിവിൽ അവിടെ റഷ്യയിൽ പോയിട്ടുള്ളവർ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് മോസ്കോ മുക്ക് എന്ന് വന്നു എന്നെനിക്കറിയില്ല. അതുപോലെ ഫിലഡൽഫിയ എന്നത് അവിടെ വീണ്ടും ഒരു 4 കിലോമീറ്റർ മാറി ഫിലഡൽഫിയ എന്നൊരു ബുക്കുണ്ട്. അത് ഒരു പക്ഷേ അമേരിക്കയിൽ പോയിട്ടുള്ള ആരെങ്കിലും വന്നതുകൊണ്ടായിരിക്കും, മറ്റേതെങ്കിലും കാരണത്താലായിരിക്കും. ഒരു പേരിന് പുറകെ നമ്മൾ പോയാൽ ഒരുപാട് രാജ്യങ്ങളുടെ പേരുകൾ ഒരു പക്ഷേ കേരളത്തിൽ ഉണ്ടാവും. പല ചെറിയ സ്ഥലങ്ങളിൽ ചില കടകൾക്ക് പേരിട്ടിട്ടുണ്ടാവും. കറാച്ചി ബേക്കറി ഉണ്ട് ഹൈദരാബാദിൽ, ഞാനവിടെ പോയിട്ടുണ്ട്. അവിടെ പക്ഷേ നിതേഷാണ് ഉദ്ദേശിച്ചത് ഇതൊന്നുമല്ല. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുകയായിരുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശ്രീ മഞ്ജുഷ്, ഇവിടെ നിതീഷ് റാണ എന്ന് പറയുന്നത് അവസാനത്തെ കേരളത്തെക്കുറിച്ച് പറയുന്ന അവസാനത്തെ BJP നേതാവല്ല, ആദ്യത്തെ ആളുമല്ല. ഇത് ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നീ കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം വോട്ട് നേടിയാണ് വിജയിച്ചത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഉപമകളും വാക്കുകളും ആ വാക്കുകളാണ് വിവാദത്തിലെത്തിയത്. ഇവിടെ വയനാടിൻ്റെ ഇനി സത്യാവസ്ഥയിലേക്ക് വരിക. ഇനി നമ്പേഴ്സ്, ഈ പറയുന്നത് ശരിയാണോ നോക്കുക. നമ്പേഴ്സ് നോക്കുക. ഒരു 10 ലക്ഷത്തോളം വോട്ടർമാരാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതിൽ ഈ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നത് 4,13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. അതിനർത്ഥം എന്താണ്? എക്രോസ് ദ ഫ്രോണ്ടിയർ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ലഭിച്ചു. ഇത് പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും വോട്ട് ചെയ്താൽ പോലും അത് തികയില്ല. 45% മുസ്ലിങ്ങളാണ് വയനാടിലുള്ളത്, വയനാട് മണ്ഡലത്തിലുള്ളത്. 42% ഹിന്ദുക്കളാണ്, 17% ക്രിസ്ത്യാനികളാണ്. ഇതാണ് വയനാട് മണ്ഡലത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ. അങ്ങനെ വരുമ്പോൾ ഒരു സമുദായത്തെ മുഴുവനായി തീവ്ര വിഭാഗക്കാരാണ് എന്ന് പറയുന്നതിനോടും നമുക്ക് യോജിക്കാനാവില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ തീവ്രവാദിയുടെ വോട്ട്, തീവ്ര വികാരമുള്ളയാളുടെ വോട്ട് തന്നെയല്ലേ? ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ട് രേഖപ്പെടുത്താൻ ഒരു പൗരന് അവകാശമുണ്ട്. പ്രായപൂർത്തി വോട്ടവകാശമുള്ള രാജ്യത്തെ ഒരു പൗരന് അവകാശമുണ്ട്. അത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ തിരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, തീവ്ര നിലപാടുകൾ തിരിച്ച് അളക്കാൻ ഇവിടെ ഘടനാപരമായ ഒരു സംവിധാനവുമില്ല. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ഒരു ജനതയെ ആകെ, ഒരു മണ്ഡലത്തിലെ ഒരു വിഭാഗത്തെ, മതത്തെ മാത്രമല്ല, ഒരു മണ്ഡലത്തെ മാത്രമല്ല, അവിടുത്തെ വോട്ടർമാരെ മാത്രമല്ല, ഒരു സംസ്ഥാനത്തെ ആകമാനം ഒരു പക്ഷേ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നു എങ്കിൽ ഖേദകരമാണ്. അതൊരു ഫെഡറൽ അമിറ്റിക്ക് നല്ലതല്ല എന്നതാണ് പൊതുവെയുള്ള നിരീക്ഷണം. ഇനി നോക്കൂ, ഈ നിതീഷ് റാണ എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും നേതാവല്ല എന്ന് പറയാൻ കാരണം നമ്മുടെ പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, ഭംഗ്യാന്തരേണ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ കർണാടകത്തിലെ ഒരു സംസാരത്തിൽ. അത് കേരളത്തെക്കുറിച്ച് എടുത്തൊന്നും പറയുന്നില്ല. കേരളം പോലെ ആകരുത്, ഇനി കേരളത്തെക്കുറിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ എന്ന് പറയുന്നതും, പ്രത്യേകിച്ച് കേരളത്തിലെ
ഒരു യാഥാർത്ഥ്യം BJP കാണുന്ന, അല്ലെങ്കിൽ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഭംഗ്യാന്തരേണ സൂചിപ്പിക്കുകയാണ്. റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുന്ന ആളാണ്. അതുപോലെ യോഗി ആദിത്യനാഥ് ഭംഗ്യാന്തരേണ പറഞ്ഞു വെച്ചു, ബംഗാൾ, പശ്ചിമ ബംഗാൾ, കാശ്മീർ എന്നിവിടങ്ങളിലൊക്കെ പോലെ അതിനോടൊപ്പം ബ്രാക്കറ്റ് ചെയ്ത് പറയുകയാണ് കേരളം. അങ്ങനെ നിങ്ങൾ അബദ്ധമൊന്നും കാണിക്കരുത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പേ ഉത്തർപ്രദേശിലെ സമ്മതിദായകരോട് പറയുകയാണ്, നിങ്ങൾ ചിന്തിച്ചുറപ്പിച്ച് വോട്ട് ചെയ്യൂ. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേതുപോലെ ആകരുത് ഇവിടെ. അതുകൊണ്ട് BJPക്ക് ഭരണം ലഭിച്ചുവെങ്കിൽ മാത്രമേ ഉത്തർപ്രദേശിന് തനിമ നിലനിർത്താൻ കഴിയൂ. അതിനർത്ഥം ബംഗാളിനും ജമ്മു ആൻഡ് കാശ്മീരിനും കേരളത്തിനും അതിൻ്റെ തനിമ നിലനിർത്താൻ കഴിയുന്നില്ല ചില പ്രത്യേക കാരണങ്ങളാൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിദ്വേഷ പ്രസംഗം എന്ന നിലയിലോ വീൺവാക്ക് എന്ന നിലയിലോ ഒക്കെ കാണാവുന്നതാണ്. ഇവിടെ വിജയരാഘവന്റെ CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞ ഒരു കാര്യവുമായി ചേർത്ത് വായിക്കാനായി വ്യഗ്രതപ്പെടുന്ന VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളുമായിട്ടാണ് ഇൻട്രോയിൽ ഇത് ഓപ്പൺ ചെയ്യുന്നത്, നമ്മുടെ ഈ ഡിബേറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ഒരു സാധ്യത കോൺഗ്രസ് കാണുന്നു. ഇതെല്ലാം ചിന്തിച്ചുറപ്പിച്ച കാര്യമെന്ന് BJPയും CPMും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത്. അത് ഏത് പച്ച മലയാളികൾക്കായ ആർക്കും അത് മനസ്സിലാകുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും പറയുന്നത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്രമിക്കാനുള്ള ഒരു വഴി എന്ന നിലയിൽ ഈ രണ്ട് പ്രസ്താവനകളും കൺവെർജ് ചെയ്തു. പ്രിയങ്ക ഗാന്ധിയുടെ റാലിയുടെ മുമ്പിലും പിന്നിലും ഉള്ളത് റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ്, അത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഇസ്ലാമിക വിഭാഗങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ രണ്ട് വാദഗതികളും ഏതാണ്ട് കൺവെർജ് ചെയ്യുന്നു. പക്ഷെ അവർ തമ്മിലൊരു ധാരണയുണ്ട് എന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസിന് പക്ഷേ ആരോപിക്കാം, കാരണം അവരുടെ രാഷ്ട്രീയ ധർമ്മമാണ്. സംസ്ഥാനത്ത് ആരോപിക്കാം.